ഓട്ടോ വിളിച്ച് ചെല്ലാനാണ് പോലീസ് പറഞ്ഞത്. അത് പ്രകാരം ഞാൻ ഓടി ഓട്ടോ വിളിച്ച് അവിടെ ചെല്ലുമ്പോൾ ഈ പരാതിക്കാരി മകൾ മറ്റേ SIയുടെ അടുത്തിരിക്കുകയും മാല കൊടുക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാർ ഞാൻ ആരെയും മാല എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ മാഡത്തിനോട് ചോദിച്ചു, മാഡം എന്താണ് ബിന്ദു ആണ് അവിടെ വീട്ടിൽ ജോലിക്ക് വന്നത്, ബിന്ദു ആണ് മാല എടുത്തത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മാഡം ഞാൻ ആരെയും മാല എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. ഉടനെ തന്നെ ഒരു വനിതയെ വിളിച്ച് എന്നെ റൂമിൽ കൊണ്ടുപോയി എൻ്റെ ടോപ്പെല്ലാം മാറ്റി എന്നെ പരിശോധിച്ച ശേഷം വീണ്ടും വെളിയിൽ വന്നിട്ട് വീണ്ടും 2 വനിതയും കൂട്ടി വീണ്ടും റൂമിൽ പോയി എൻ്റെ പരിശോധിച്ച് എൻ്റെ ബാഗും എല്ലാം പരിശോധിച്ചിട്ട് വെളിയിൽ വന്നിട്ടാണ്. അപ്പോഴും മാഡം ഒന്ന് വെളിയിൽ നിൽക്കുക SI പറഞ്ഞിട്ടാണ് SI എന്നെ അങ്ങോട്ട് നീങ്ങുന്നില്ലടി എന്ന് പറഞ്ഞാൽ എന്നെ ചീത്ത വിളിച്ച ശേഷം വെളിയിലിറങ്ങിയ ശേഷം മറ്റുള്ള പോലീസ് അടുത്ത് കൊണ്ടുപോയി എന്നെ ഭയങ്കരമായിട്ട് എന്നെ ചോദ്യം താങ്ങാവുന്നപ്പുറമായിരിക്കും. ഇവിടുന്ന് സാധനം കിട്ടാത്തതിൻ്റെ പ്രകാരം എന്നെ തിരിച്ചു പോകുന്ന വഴിക്ക് എൻ്റെ ചേട്ടനെ ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ വീട്ടുകാരടുത്ത് എന്നെ വിളിക്കണമെന്ന് ബന്ധപ്പെട്ടിട്ട് അവർ എന്നെ വീട്ടിൽ വിളിച്ച് അറിയിച്ചിട്ടില്ല. ഇതിന് കോളിങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞു, സാർ ഒരു കോള് എൻ്റെ വീട്ടിലേക്ക് ചെയ്യാൻ പറഞ്ഞിട്ടും അവർ ഫോൺ വിളിച്ചിട്ടില്ല. വിളിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ട് പോലും ഒരു വിളിച്ചിട്ടില്ല. അവർ എന്നെ കാണാതെ തേടിപ്പാഞ്ഞ് നടക്കുക. എൻ്റെ ചേച്ചിയുടെ മക്കൾ, എൻ്റെ ചേട്ടൻ എല്ലാവരും പെട്ടവരോട് കൂടി എന്നെ ഇവിടെ കൊണ്ടുവരികയും സാധനം ഒക്കെ ഇവിടെ എൻ്റെ വീട് മാല നോക്കുകയും ചെയ്തു. മാല കിട്ടിയില്ല. ആ ഒരു ദേഷ്യത്തിലാണ് തിരിച്ചു പോകുന്ന വഴിയിൽ പിന്നെ ഒരു പോലീസുകാരൻ ഭയങ്കരമായിട്ട് എന്നെ ചീത്ത പറഞ്ഞു. അങ്ങറ്റം വരെ എന്നെ ചീത്ത പറഞ്ഞു. അങ്ങനത്തെ ചീത്ത ഞാൻ കേട്ടിട്ട് കൂടിയില്ല. അങ്ങനത്തെ ചീത്ത പറയുകയുണ്ടായി. അവിടെ ചെന്ന് 9 കൂടി അവിടെ എത്തുകയും ഈ പോലീസുകാരൻ ഈ പരാതിക്കാരിയുടെ കാറിലാണ് എന്നെ അവിടെ കൊണ്ടുവരുന്നത്. ആ കാറ് കൊണ്ടിടാൻ വേണ്ടി അങ്ങ് പോയിട്ട് പിന്നെ ഞാൻ പോകുന്ന സമയം വരെ ആ പോലീസുകാർ ആ സ്റ്റേഷനിൽ വന്നിട്ടില്ല. എന്നിട്ട് ശേഷമാണ് ഈ പ്രസन्न എന്ന് പറയുന്ന പോലീസുകാരനെ ഭയങ്കരമായിട്ട് എന്നെ മാനസികമായിട്ടും എന്നെ പിടിപ്പിച്ചത്. മാനസികമൊന്നും അത് പറഞ്ഞാൽ അറിയിക്കാൻ വയ്യാത്തൊരു സിറ്റുവേഷനായി. പിന്നെ അങ്ങോട്ട് ചോദ്യമായിരുന്നു, മാല കൊടി എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള. ഞാൻ പറഞ്ഞു, സാർ ഞാൻ മാല എടുത്തിട്ടില്ല എന്നാൽ കാല് പിടിച്ച് പറഞ്ഞിട്ടും ഞാൻ പറയുന്ന ഒരു ചെവിക്കൊള്ളാൻ തയ്യാറായില്ല. ഈ SI പ്രസാദ് എന്ന് പറയുന്ന സാർ, ഈ പ്രസന്നൻ എന്ന് പറയുന്ന ആ പോലീസുകാരനും ഈ ഇവർ 3 പേരുമാണ് എന്നെ ഭയങ്കരമായിട്ട് എന്നെ വേദനിപ്പിച്ചത്. ഞാൻ ചെയ്തിട്ടില്ല, ചെയ്യുകയുമില്ല. ആരെയും മുഖം മോട്ടിച്ചല്ലേ നമ്മൾ ജീവിക്കുന്നത്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ Zee മലയാളം ന്യൂസ് ലഭ്യം.